അല്ല, വ്യക്തിപരമായി പേര് പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് ഇവ കാര്യങ്ങളിൽ ഒരു അറിവില്ല എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്രിമാരുണ്ടായിട്ടുണ്ടോ? IAS ഉദ്യോഗസ്ഥന്മാരോട് തുറന്നു പറഞ്ഞിട്ടുള്ള മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? IAS ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾക്ക് ഈ കാര്യത്തിലൊന്നും അറിവില്ല, നിങ്ങൾ സഹായിച്ചു തരണം എന്ന് കുറ്റബോധത്തോടെ പറഞ്ഞിട്ടുള്ള? കുറ്റബോധത്തോടെ അല്ലാതെ സതുദ്ദേശത്തോടെ അറിവില്ല, സഹായിക്കണം എന്ന് പറഞ്ഞവരുണ്ട്. കേരളത്തിൽ തന്നെയുണ്ട്, എത്രയോ പേരുണ്ട്. എൻ്റെ അനുഭവ സീമയിലുണ്ട്. പക്ഷേ അവരുടെ എണ്ണം നിർഭാഗ്യവശാൽ ചുരുങ്ങി വരുന്നു എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി മറ്റൊരു കാര്യം, ഈ കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസായ പുരോഗതിയെക്കുറിച്ചൊക്കെ നമ്മളേറെ ചർച്ച ചെയ്യുന്നു. ആ കാര്യത്തിൽ കേരളത്തിനകത്തുള്ള മലയാളിയും കേരളത്തിനുള്ള പുറത്തുള്ള മലയാളിയും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള കേരളീയനും തമ്മിൽ ഉള്ള വലിയ അന്തരം അങ്ങ് അംഗീകരിക്കുന്ന ഒന്നാണ്? അംഗീകരിക്കുന്നു, അങ്ങനെ ഉണ്ട് എന്നുള്ള വസ്തുത ഞാൻ അംഗീകരിക്കുന്നു. ഈ കേരളത്തിനകത്ത് വന്നാൽ ഇപ്പോൾ സാറിന് പറയുമല്ലോ, കേരളം കടന്ന് അപ്പുറത്തേക്ക് പോയാൽ ആൾ വേറൊരു മനുഷ്യനാണ്. അങ്ങനെയുള്ള വേറിട്ട മനുഷ്യനെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് പോയാൽ അവിടുത്തെ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച്, ഉദാഹരണത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ ഈ നമുക്കൊന്നും ഇവിടെ ആലോചിക്കാൻ പോലും പറ്റാത്ത പരിമിതികൾ സ്വാതന്ത്ര്യത്തിനുണ്ട്, മറ്റു പല പ്രവർത്തന മേഖലയിലുണ്ട്. അതെല്ലാം സഹിച്ച് അവരവിടെ ജീവിക്കുന്നു. ഇവിടെ വന്നാൽ ചിത്രം വേറെയാണ്. ഇവിടെ ഈ സ്വാതന്ത്ര്യമെന്നോ ദുസ്വാതന്ത്ര്യമെന്നോ ഒക്കെ പറയാവുന്ന കാര്യങ്ങളിലാണ് അവർ കൂടുതലും വ്യാപരിക്കുന്നത്. ആ വ്യത്യാസമുണ്ട്. ഈ പുറമേ കേരളത്തിന് വെളിയിൽ പോയാൽ കാണിക്കുന്ന പ്രവർത്തന പ്രതിബദ്ധതയുടെ ഒരു പകുതി ഇവിടെ കാണിക്കാൻ തയ്യാറായാൽ ചിത്രം മാറും. അല്ല, ആ കാര്യത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഒരു പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ അങ്ങ് നിഷേധിക്കും? ഇല്ല, അത് അങ്ങനെ പരാജയപ്പെടാനുള്ളൊരു കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് കേരളത്തിന് ഇന്നുമില്ല. കേരളം രൂപവൽകൃതമായിട്ട് ഇപ്പോൾ ഇത്രയും വർഷമായല്ലോ, ഇന്നും നമ്മുടെ സംസ്ഥാനത്തിന് ഒരു വിദ്യാഭ്യാസ നയം ഇല്ല. പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം, മറ്റേ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം, സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടോ നയമോ ഇല്ല. ഈ ഓരോ പ്രശ്നവും വരുമ്പോൾ അതിന് അനുസരിച്ച് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നൊരു കാഴ്ചപ്പാടാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ മറ്റു ചിലവരുടെ ഒരു വിമർശനം അധ്യാപക സമൂഹത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലായ്മയാണ് ഇതിനൊരു കാരണമായി തീർന്നിട്ടുള്ളതെന്നാണ്. അത് അവർ ഈ രാഷ്ട്രീയ നേതൃത്വത്തെ കണ്ട് പഠിക്കുന്നതാണ്. കേരളത്തിൻ്റെ ഒരു ദുര്യോഗം എല്ലാ പ്രവർത്തന മേഖലകളിലും രാഷ്ട്രീയം കടന്നു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അധ്യാപകരെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാവർക്കും അവരുടെ രാഷ്ട്രീയം തൊട്ടറിയാവുന്ന സംഘടനകളുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. നിയമപരമായി തന്നെ അത് നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും ഇവിടെ 10 രാഷ്ട്രീയ കക്ഷികളുണ്ടെങ്കിൽ ഇവിടെ 11 ഉദ്യോഗസ്ഥ സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുണ്ട്. ഇത് നമ്മൾ കണ്ടിട്ടും കണ്ണടയ്ക്കുന്നു. നിയമവാഴ്ച എന്നുള്ളതിനോട് നമുക്ക് തീരെ ബഹുമാനമില്ല. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിലും അങ്ങനെ തന്നെയാണല്ലോ. ഓരോ രാഷ്ട്രീയ കക്ഷിക്കും അവരുടേതായ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. അത് സർവകലാശാല വൈസ് ചാൻസലർ എന്ന നിലയിലുള്ള അങ്ങയുടെ സേവനത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ അപാകതകളായി അങ്ങക്ക് കാണാൻ കഴിഞ്ഞതും ബോധ്യപ്പെട്ടതും എന്ത് കാര്യങ്ങളാണ്? അത് ഞാൻ തീരെ പരിചയമില്ലാത്ത ഒരാളെന്നുള്ള നിലയിലാണ് അവിടെ ചെന്നത്. അതുകൊണ്ട് പഠിക്കാൻ കുറച്ച് സമയമെടുത്തു. എൻ്റെ അനുഭവത്തിൽ ഈ നേരത്തെ പറഞ്ഞൊരു കാഴ്ചപ്പാടിൻ്റെ അഭാവം അത് അധ്യാപക സംഘടനകൾക്കില്ല. പിന്നെ കാലിക്കറ്റ് സർവകലാശാലയിലായിരുന്നു ഞാൻ. അന്നും കാലിക്കറ്റിലും കേരളത്തിലും സിൻഡിക്കേറ്റാണ് ഇതിൻ്റെ പരമാധികാരി. സിൻഡിക്കേറ്റ് ഈ സിൻഡിക്കേറ്റ് രൂപവൽക്കരിക്കപ്പെടുന്നത് തീർത്തും രാഷ്ട്രീയാടിസ്ഥാനത്തിലാണ്. അക്കാഡമിഷ്യൻസിന് അവിടെ വലിയ സ്ഥാനമില്ല. വലിയ സ്ഥാനമില്ലെന്ന് മാത്രമല്ല, വളരെ നേരത്തെ സ്ഥാനമേ ഉള്ളൂ. എണ്ണം നോക്കിയാലും കുറഞ്ഞ സ്ഥാനമേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം എങ്ങനെ എന്ന് തീരുമാനിക്കേണ്ട ആളുകൾക്ക് പകരം അത് എന്തല്ല എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയായി അത് പലപ്പോഴും മാറുന്നു. അവരുടെ താല്പര്യങ്ങൾ എല്ലായ്പ്പോഴും വിദ്യാഭ്യാസ സംബന്ധിയല്ല, അവർ പ്രതിനിധീകരിക്കുന്ന താല്പര്യ സംബന്ധിയായത് മാറുന്നുകൊണ്ടാണ് അവിടെ കാര്യമായ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് സാധിക്കാത്തത്. ഇതൊക്കെയാണെങ്കിലും എൻ്റെ അനുഭവത്തിൽ വിദ്യാർത്ഥികളല്ല ഇതിൽ കുഴപ്പക്കാർ. അധ്യാപകർ ഈ കുഴപ്പങ്ങൾക്ക് വലിയൊരു അളവ് വരെ പങ്കുവഹിക്കുന്നവരാണ്.